പ്രമുഖ സംവിധായകൻ ടി കെ രാജകുമാർ ഇവിടൊപ്പം ചേരുന്നുണ്ട്. കലാരംഗത്തെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ കേരളീയം പരിപാടി നടത്തുന്നു, ഇതുപോലത്തെ നവകേരള സദസ്സ് നടത്തുന്നു, കലാകാരന്മാരെ കൂട്ടിയാണ്. ഈ പരിപാടികളിലെല്ലാം കലാകാരന്മാർക്ക് വ്യക്തമായ പ്രാതിനിധ്യമുണ്ട്. കേവലമായ ആഘോഷ പരിപാടി മാത്രമല്ല, സീരിയസ് ആയ ചർച്ചയുണ്ട്, അവർക്ക് കല അവതരിപ്പിക്കാനുള്ള വേദിയുണ്ട്, മാനവീയം വീതി തുറക്കുന്നു, നൈറ്റ് ടൂറിസം വരുന്നു. ഇങ്ങനെ കലാകാരന്മാരെ പരിഗണിക്കുന്ന ഒരു സമീപന സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പറയുന്നില്ല. ദീർഘകാലം പ്രത്യേകിച്ച് തലസ്ഥാനത്ത് വിവിധ ഈവൻറ്റുകൾ സംഘടിപ്പിച്ച ഒരു കലാകാരൻ കൂടി എന്നുള്ള അനുഭവത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുക? എനിക്ക് തോന്നുന്നത് ഈ ഒരു ആശയമാണ് എനിക്ക് വളരെ പുതിയതും ഇതിൻ്റെ സാധ്യതകളും അപാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഉദിച്ച ഈ ആശയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അതിൽ കലാകാരന്മാർക്കുള്ള പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നുള്ള വളരെ വ്യക്തമായി കേരളീയത്തിലും അതിനു മുമ്പ് തന്നെ LDF അധികാരത്തിൽ വരുന്ന സമയത്തെല്ലാം വേണ്ട ഈ കലാകാരന്മാർക്ക് വേണ്ട അംഗീകാരങ്ങൾ കൊടുക്കുകയും പൊതു ഇടങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥാനം കൊടുക്കുകയും അവരെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ആശയത്തിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനും കലാകാരന്മാർക്കൊരു പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഈ അവസരത്തിൽ വിശ്വസിക്കുന്നു.